കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ദളിത് സംഘടനകൾ കേരളത്തിൽ ഹർത്താൽ നടത്തി. പല സ്ഥലത്തും വ്യാപകമായിട്ടുള്ള അക്രമങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും ആ ഒരു മരണത്തിൽ പങ്കാളിയായിട്ടുള്ള ആ കുട്ടിയുടെ സാറെന്ന് പോലും വിളിക്കാൻ പറ്റാത്ത, മൃഗങ്ങൾക്ക് പോലും അപമാനമായിട്ടുള്ള റാം എന്ന് പറയുന്ന ഒരു ഉന്നത കൊലയും വെച്ചുകൊണ്ട് നടക്കുന്ന ആ വൃത്തികെട്ട ചെറ്റയെ ഇതുവരെ നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവന് ഉന്നത കുല സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ അച്ഛൻ, എനിക്ക് വീടും സ്ഥലമൊന്നും അല്ല വേണ്ടത്, എനിക്ക് നീതിയാണ് വേണ്ടത്. ആ നീതി ലഭിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനോടൊപ്പം പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നു. ആ ഒരു മരണത്തിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അടക്കമുണ്ട്. കാരണം ഇവൻ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതായിട്ടും ഇവൻ മറ്റു പല കാരണങ്ങളും ഈ കുട്ടീനെ ഇറിറ്റേറ്റ് ചെയ്യുകയും തേജോവധം ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ സഹപാഠികളായിട്ടുള്ള കുട്ടികളടക്കം വന്ന് പറഞ്ഞിട്ട് പോലും ഈ വൃത്തികെട്ടവനെ സംരക്ഷിക്കുന്നത് ആരാണ്? റാമെന്ന് പറയുന്ന ഈ ചെറ്റയുടെ സഹോദരി പറഞ്ഞത് ഇവനൊരു ഒന്നാം തരം ഗുണ്ടയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഒരുപാട് തെളിവുകൾ ഇവനെ അറസ്റ്റ് ചെയ്യാനുണ്ടായിട്ട് ഈ ഒരു സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ദളിത് സംഘടനകളെല്ലാം കൂടെ ഇന്ന് തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ ഈ ഒരു സമരത്തിനകത്ത് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും അപലപനീയമാണ്. കാരണം സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും ഇവിടെ അവകാശമില്ല. മാന്യമായ രീതിയിൽ സമരങ്ങൾ ചെയ്യാം, സമരം നടത്താം, അതിനൊന്നും ഇവിടെ ആരും എതിർപ്പല്ല. ഞാൻ ഇന്നത്തെ ഈ ഒരു വാർത്ത കാണുമ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നി. കാരണം ഒരാൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിരിക്കും അദ്ദേഹം പോകുന്നത്, അല്ലേ? പോകുന്ന സമയത്ത് ഇങ്ങനെ വഴി തടഞ്ഞു നിർത്തി മോശമായിട്ടുള്ള പ്രവൃത്തികൾ കാണിക്കുക, ഇതൊന്നും ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. നമുക്ക് പ്രതിഷേധിക്കാം, ഇതിൻ്റെതായിട്ടുള്ള വഴികളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ സഞ്ചാരി സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടും മറ്റു ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടും കടകൾ അടിച്ചു പൊളിച്ചതുകൊണ്ടും ഒരു സമരം നടത്തിയിട്ട് ഒന്നും നേടാനില്ല. കാരണം ആ മരിച്ച സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണയാണ് നിങ്ങൾക്കും വേണ്ടത്. കാരണം നമ്മളെല്ലാവരും കേരളം ഒന്നടക്കം ഈ ഒരു വിഷയത്തിൽ ശക്തമായ രീതിയിൽ നമ്മൾ പ്രതിഷേധിച്ചിട്ടുള്ളവരാണ്. നമ്മൾ ഇപ്പോഴും നിതിൻ രാജിൻ്റെ കുടുംബത്തോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുന്നു. ആ കുടുംബത്തിന് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാം ആഗ്രഹം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾ ഈ ബുദ്ധിമുട്ടിക്കിടന്നേ കൂലിപ്പണിക്കാരനാണ് ഒന്നും വീട്ടിലേക്ക് ഞങ്ങൾ ഈ നമുക്ക് അതിനെപ്പറ്റി ന്യായം പറയാൻ വന്നല്ല. ഇത്രയും ആൾക്കാരിരിക്കുമ്പോ ഈ ന്യായമല്ലേ? ഞങ്ങളെല്ലാം കൂടെ സംഘടിപ്പിച്ചാലേ നിങ്ങൾ ന്യായമൊന്നും പറയില്ല. എന്ത് തോന്നിയാസമാണ്? 4 5 പേർ ചേർന്ന് എന്ത് തോന്നിയാസം കാണിക്കാന്ന്? പിന്നെ ഈ പറയുന്ന 5 10 പേരാണ് ഇത് ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചാൽ നീ ഇന്ന് ഒരു പുല്ലും ചെയ്യില്ല. ഈ നിൽക്കുന്ന ഈ യാത്രക്കെല്ലാം കൂടെ നീ ഒന്നും ഒരു പുല്ലും ചെയ്യില്ല. ഇത്രയും നേരം 2 മണിക്കൂറായി. ഇത്രയും നേരം നിന്റെ ക്ഷമിച്ച് തോന്നിയാസം, അത് തന്നെ തോന്നിയാസം. വഴിയിലെ ഇല്ല, ഇത് 1.5 മണിക്കൂറായി വണ്ടി ഇവിടെ ആയിട്ട്. 1.5 മണിക്കൂറായി വണ്ടി ഇവിടെ കിടന്നിട്ട്. അതെ, ഇവർക്ക് പ്രക്ഷോഭം കിട്ടണമെങ്കിൽ ആ ഡോക്ടറുടെ വീട്ടിൽ പോട്ടെ, ഡോക്ടറുടെ വീട്ടിൽ പോകട്ടെ. ഇവിടെ ജനങ്ങളോടാണ് ഒരു പ്രക്ഷോഭം നടത്തുന്നത്. എവിടെ പോകണേ? എനിക്ക് പാറശാല കളിക്കോളാം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്. രാവിലെ മുതൽ ഇത് വന്നിട്ട് ഒന്നീ പറഞ്ഞ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അറിഞ്ഞ് പ്രവർത്തിക്കണം. നമ്മളിപ്പോലെ പാവപ്പെട്ട നോട്ടില്ല ജയിച്ചത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും മക്കളും ചിലപ്പോൾ ആശ്രയം ഉണ്ടാവും. ഞാൻ ജോലിക്ക് പോകണം, ആശ്രയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെന്ത് തരും? ഇവര് കുറച്ച് പാർട്ടിക്കാർക്ക് വേണ്ടി ആട്ടിക്കൊണ്ട് നടക്കും. എന്റെ പറയുന്നത് വെച്ചിട്ട് ആട്ടിക്കൊണ്ട് നടക്കും എന്റെ കുടുംബത്തിന് വേണ്ടി. ഇവർ കൊടുക്കുന്നത് ഓരക്കാരൻ നിങ്ങൾ എത്ര കാലത്ത് കൊടുക്കും? ഞാൻ നിലവാര ഓർക്കാരനാണ്. 10 നില 15 കെട്ടത്തിന്. ചേട്ടാ എവിടെ പോകണം? ഇപ്പോൾ പ്രതിഷേധക്കാരും ഈ ബസ്സിലുള്ള ആളുകളും തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നത്. 2 കൂട്ടരും ഒരുപോലെ തന്നെ പരസ്പരം തർക്കിക്കുന്ന അവസ്ഥ നിൽക്കുന്നു. നിങ്ങളുടെ
അമൽ, ഇത് കണ്ടിരിക്കുമ്പോഴുള്ള സംശയം പോലീസ് എന്നൊരു വിഭാഗമേ ആ ഭാഗത്തില്ലേ എന്നതാണ്. അവരാരും ഇതിനെ അനുനയിപ്പിക്കാനോ ഇവരെ പിന്തിരിപ്പിക്കാനോ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. മോത്തി, നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ ഈ തർക്കം നടക്കുകയാണ്. ഒരു സ്ഥലത്തൊരു പ്രശ്നമുണ്ടായാൽ അത് ഹർത്താലിനല്ല, എന്ത് പ്രശ്നമാണ് എങ്കിലും ബസ്സിലിരിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ പുറത്തിരിക്കുന്ന ആളുകളും പുറത്തു നിൽക്കുന്ന ആളുകളും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നു. ആ തർക്കം ഉണ്ടാകുന്ന സമയത്ത് ഒരൊറ്റ പോലീസുകാരൻ മാത്രം അവിടെ ഒരു ചെറിയ ക്യാമറയുമായി ഈ ആളുകളുടെ വീഡിയോ എടുക്കുന്നത് മാത്രം കാണാൻ കഴിയും. കാക്കിയിട്ട ആ ഒരു ഉദ്യോഗസ്ഥനെ മാത്രമാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത്. അതിന് തൊട്ടു പിന്നിൽ ഇപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി അവിടെ നിൽക്കുന്നത് കാണാം. എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വെറുതെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. അല്ലെങ്കിൽ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള ഇടപെടലോ അല്ലെങ്കിൽ സമരക്കാരെ അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കവും ഉണ്ടാകാതെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ. ഇതിപ്പോൾ നമ്മളിത് പ്രേക്ഷകരെ കാണിക്കുന്നു, അവരിത് സൂക്ഷിച്ചു വെക്കാനായിരിക്കാം ഒരുപക്ഷെ എടുക്കുന്നത്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നവർക്കെതിരെ പിന്നീട് കേസെടുക്കാനായിരിക്കാം. അങ്ങനെ ആ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഈ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വാഹനത്തിന് മുന്നിലേക്ക്, നേരത്തെ വാഹനത്തിൽ കണ്ട തർക്കം ആ വാഹനത്തിലുണ്ടായിരുന്ന തർക്കം നമ്മൾ കണ്ടതാണ്. വാഹനത്തിലുള്ള ആളുകളും പുറത്തുള്ള ആളുകളും തമ്മിലുള്ള തർക്കം. ഇപ്പോൾ അതും കഴിഞ്ഞ് ആ തർക്കം വാഹനത്തിന് മുന്നിലേക്ക് മാറിയിരിക്കുന്നു. വാഹനം ഒരു വിധത്തിലും കടത്തിവിടില്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെ മാറുകയാണ്. ഇപ്പോൾ ആ ഒരു വാഹനം കടന്നു പോകാൻ ഈ സമരക്കാർ അനുമതി നൽകുന്നു. ആ അനുമതി നൽകുന്നത് സമരക്കാരുടെ അനുമതിയാണ്. പോലീസ് ചേട്ടാ ഒന്ന് നിർത്തിയേട്ടാ, കയറ്റിക്കൊണ്ട് പോയേട്ടാ. എത്ര സമയമായിട്ട് അവർ നിൽക്കുക? കയറി ചേച്ചി. ആ ഒരു വാഹനം കടത്തിവിടാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. ആ വാഹനത്തിലേക്ക് പരമാവധി ചേച്ചിയും കുറെ നേരമായി ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അതിൽ അമൽ നടത്തിയ ഇടപെടലും അത് ഉഗ്രനായി. ഒരു വണ്ടി ഒരു കാര്യമുണ്ട്, ഹർത്താലിന് വണ്ടി പിടിച്ച് വെക്കാൻ വേണ്ടി അറിയില്ല. അങ്ങനെയാണെങ്കിൽ വണ്ടി ഇറങ്ങി നടന്നു പോയിട്ട് ഇറങ്ങി നടന്നു പറഞ്ഞിട്ട് ഇറക്കിയിട്ട് വണ്ടി പിടിച്ചു നോക്കിക്കോ. അത് വേറെ വണ്ടിയാ, അത് വണ്ടിയിലെ ഓടിക്കുന്നത്. നടന്നു പോയിട്ട് പിടിച്ചു നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയാൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് തോന്നുന്നത്? ഓക്കെ, ഒരു സമരം നടക്കുമ്പോൾ ചിലപ്പോൾ സമരക്കാർ തടയും. സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതിനോടൊന്നും നമുക്കിവിടെ യോജിപ്പൊന്നുമില്ല. അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പല കാര്യങ്ങളിലായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു മാന്യത ഉണ്ടല്ലേ. ആ മരിച്ചുപോയ പയ്യൻ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ അടി കിട്ടേണ്ട പരിപാടിയാണ് അവൻ ചെയ്തിരിക്കുക. പിന്നെ നമ്മൾ ഇതിനൊക്കെ ഒരു മറുപടി പറയണ്ടേ അല്ലേ. കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരണം. ആ മരണത്തിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ. ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ മുട്ടിക്കുന്ന തരത്തിലാവരുത് ഒരാളുടെയും സമരങ്ങളെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ആ മരണപ്പെട്ടു പോയിട്ടുള്ള ആ നിതിൻ രാജിൻ്റെ അച്ഛനും അമ്മയ്ക്ക് നീതി ലഭിച്ചേ പറ്റത്തുള്ളൂ. അതിന് ഉത്തരവാദികളായിട്ടുള്ള എത്ര ഉന്നത കൊലയവനാണെങ്കിലും കൊള്ളാം, അവനെ തൂക്കിയെടുത്ത് അകത്താക്കാനായിട്ടുള്ള അട്ടലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം അടുത്തൊരു വീഡിയോ കാണാം.